നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. യെസ്, ടീം ഇന്ത്യ ഏഷ്യ കപ്പിൻ്റെ ഫൈനലിലേക്ക് ഇതാ മാർച്ച് ചെയ്തിരിക്കുന്നു. ബംഗ്ലാദേശിനെ തീർത്തു 41 റൺസിൻ്റെ തകർപ്പൻ വിജയമാണ് നേടിയിരിക്കുന്നത്. നമ്മൾ 168 റൺസേ അടിച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ വൈവിധ്യം താങ്ങാൻ ബംഗ്ലാദേശിനാവില്ല, നമുക്ക് ജയിച്ചു കയറാൻ പറ്റുമെന്ന്. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. 168 റൺസ്, 6 വിക്കറ്റ് നഷ്ടത്തിൽ ടീം ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തിട്ട് എടുത്തത് അത്രയും റൺസാണ്. മറുപടി ബാറ്റിങ്ങിൽ 19.3 ഓവറുകളിൽ 127 ഓൾ ഔട്ടായി ബംഗ്ലാദേശ്. അതാണ് നമ്മുടെ ബൗളിങ്ങിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഇന്നിങ്സിൽ പൊളിച്ചടുക്കിയത് അഭിഷേക് ശർമ്മയാണ്. 37 പന്തുകളിൽ നിന്ന് 6 4ഉം 5 6ഉം അടക്കം 75 റൺസാണ് അദ്ദേഹം അടിച്ചത്. ശുഭൻ ഗില്ല് 19 പന്തുകളിൽ നിന്ന് 29 റൺസ് അടിച്ചു. ശിവൻ ദ്യൂബെ 2 റൺസ്, സൂര്യകുമാർ യാദവ് 5 റൺസ്, തിലക് വർമ്മ 5 റൺസ്. ഇങ്ങനെ മറ്റ് ബാറ്റർമാർക്ക് വലിയ സംഭാവന കൊടുക്കാൻ പറ്റിയില്ല. ഹാർദിക് പാണ്ഡ്യ 29 പന്തിൽ നിന്ന് 38 റൺസ് അടിച്ചു. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും കൂടി ചേർത്തിട്ടാണ് നമ്മൾ 168 എത്തുന്നത്. അവസാന പന്തിൽ അദ്ദേഹം ഔട്ടായി. അക്സർ പട്ടേൽ 15 പന്തിൽ നേരിട്ട് 10 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. സഞ്ജു സാംസണിന് ബാറ്റ് ചെയ്യാൻ പോലും അവസരം ലഭിച്ചില്ല എന്നുള്ളതും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഇന്ത്യൻ ഇന്നിങ്സിനെ കുറിച്ചും അതിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് ആ ഒരു ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞതുകൊണ്ട് വീണ്ടും അത് നമ്മൾ പറയുന്നില്ല. എന്തായാലും മറുപടി ബാറ്റിങ്ങിൽ ബംഗ്ലാദേശിന് വേണ്ടി സെയ്ഫ് ഹസനും തൻസിദ് ഹസനും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. ബൂംറ തുടക്കത്തിലെ പണി കൊടുത്തു. തൻസിദ് ഹസനെ അദ്ദേഹം ദ്യൂബയുടെ കയ്യിലേക്ക് എത്തിച്ചു. 3 പന്തിൽ 100 റൺസ് മാത്രമാണ് അദ്ദേഹം അടിച്ചിരുന്നത്. പർവേസ് ഹുസൈൻ ഇമോണും സെയ്ഫ് ഹസനും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. 46 റൺസിൽ സ്കോർ എത്തി നിൽക്കെ പർവേസ് ഹുസൈൻ ഇമോൺ 19 പന്തിൽ നിന്ന് 21 റൺസ് അടിച്ച് പുറത്തായി. കുൽദീപ് യാദവിൻ്റെ പന്തിൽ അഭിഷേക് ശർമ്മ പിടിച്ചു പുറത്താവുകയായിരുന്നു. തൗഹീദ് ഹിർദോയി 7, ഷമീം ഹുസൈൻ ഡക്ക്, ജയ്ക്കർ അലി 4, മുഹമ്മദ് സൈഫുദ്ദീൻ 4. അങ്ങനെ അവരുടെ ബാറ്റർമാർ ഒന്നിനു പുറകെ ഒന്നായിട്ട് മടങ്ങിപ്പോയി. ഒരു ഭാഗത്ത് സെയ്ഫ് ഹസൻ ക്രീസിൽ നിന്നു. അദ്ദേഹം അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി 69 റൺസിൽ എത്തി നിൽക്കവേ 51 പന്തിൽ നിന്ന് 3 4ഉം 5 6ഉം അടക്കം 69 റൺസിൽ നിൽക്കവേ ബൂംറ അദ്ദേഹത്തെ പുറത്താക്കി. അതിനിടയ്ക്ക് പലവട്ടം അദ്ദേഹത്തിൻ്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതായാലും അങ്ങനെ അവസരങ്ങൾ ലഭിച്ചു. 69 റൺസിലെത്തി. അദ്ദേഹം ഒഴികെ മറ്റാർക്കും മികവ് കാണിക്കാനും പറ്റിയില്ല. റിഷാദ് ഹുസൈൻ 2, തൻസിം ഹസൻ ഷാക്കിബ് ഡക്ക്, നാസും അഹമ്മദ് 4. അങ്ങനെ അവരുടെ ബാറ്റർമാർ ഒന്നിനു പുറകെ ഒന്നായിട്ട് 1 റൺസും എടുക്കാതെ അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അവർ 127 റൺസിന് ഓൾ ഔട്ടായി. ഇന്ത്യക്ക് വേണ്ടി കിടിലൻ ബൗളിംഗ് പ്രകടനമാണ് ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും ഒക്കെ നടത്തിയത്. കുൽദീപ് 4 ഓവറിൽ 18 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ ബുംറ 4 ഓവറിൽ 18 റൺസിന് 2 വിക്കറ്റ് എടുത്തു. വരുൺ ചക്രവർത്തി 4 ഓവറിൽ 29 റൺസിന് 2 വിക്കറ്റ് വീഴ്ത്തി. ശേഷിക്കുന്ന വിക്കറ്റുകൾ അക്സർ പട്ടേലും തിലക് വർമ്മയും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തുകയായിരുന്നു. ഏതായാലും ഇന്ത്യ ഇതാ തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ബംഗ്ലാദേശിനെ 41 റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ടീം ഏഷ്യ കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.